ലൈംഗികോർജ്ജത്തിൽ കുറവുള്ള പ്രാസംഗികർ, വാഗ്മി, ഉപദേശി, വക്കീൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്നിവരൊക്കെ പരാജിതരാകും. ചുരുങ്ങിയ പക്ഷം മറ്റുള്ളവരെ ആകർഷിക്കുന്ന കാര്യത്തിലെങ്കിലും ഈ പരാജയമുണ്ടാകും. ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കണം. മിക്കവരെയും സ്വാധീനിക്കണമെങ്കിൽ അവരുടെ വികാരങ്ങളിലേക്ക് നമ്മുടെ അപേക്ഷ ചെല്ലണം. അതിനാൽ തന്നെ ഒരു സെയിൽസ്മാന് അയാളുടെ സ്വാഭാവിക പ്രകൃതത്തിൻ്റെ ഭാഗമായി ലൈംഗികോർജ്ജം വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. വിൽപ്പനയിൽ നിപുണത കാണിക്കുന്ന സെയിൽസ്മാൻ അത് നേടിയെടുക്കുന്നത് ബോധപൂർവമോ അല്ലാതെയോ അവരിലുള്ള ലൈംഗികോർജ്ജത്തെ വിൽപ്പനയ്ക്കുള്ള ഉത്സാഹമായി പരിവർത്തിപ്പിക്കപ്പെടുന്നതിനാലാണ്. ഈ പ്രസ്താവത്തിൽ ലൈംഗികോർജ്ജ പരിവർത്തനം എന്നതിൻ്റെ പ്രായോഗിക നിർദ്ദേശം എന്തെന്ന് കണ്ടെത്താനാകും. ലൈംഗികത എന്ന വിഷയത്തിൽ നിന്ന് സ്വന്തം മനസ്സിനെ അകറ്റി നിർത്താനാകുന്ന സെയിൽസ്മാന് അതിനെ തൻ്റെ വിൽപ്പനയിലെ ഉത്സാഹമായി മാറ്റിയെടുക്കാനാകുന്ന സെയിൽസ്മാന്, അതിലേക്കായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനാകുന്ന സെയിൽസ്മാന് അറിഞ്ഞോ അറിയാതെയോ ലൈംഗികോർജ്ജത്തെ പരിവർത്തിപ്പിക്കാനുള്ള കരുത്ത് വന്ന് ചേർന്നിട്ടുണ്ടാകും. ഇങ്ങനെ ലൈംഗികോർജ്ജത്തെ പരിവർത്തിക്കപ്പെടുന്ന ഭൂരിപക്ഷം സെയിൽസ്മാൻമാരും അവർ അത് ചെയ്യുകയാണെന്ന് അറിയാതെയാണത് സംഭവിക്കുന്നത്. അതങ്ങനെ ചെയ്യാനാകുന്നു എന്നും അവർക്കറിയില്ല. ലൈംഗികോർജ്ജം പരിവർത്തിപ്പിക്കാൻ ഒരു സാധാരണ മനുഷ്യന് അതിശക്തമായ മനക്കരുത്ത് ആവശ്യമാണ്. ഒരു സാധാരണ വ്യക്തി ഇത്രയും മനക്കരുത്ത് ഇതിനായി ഉപയോഗിക്കാൻ മെനക്കെടാറില്ല. ഈ പരിവർത്തനത്തിന് ആവശ്യമായ മനക്കരുത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അത് ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. സാവധാനത്തിൽ ഈ നിപുണത കൈവരിച്ചാൽ മതി. ഇതിന് മനക്കരുത്ത് ആവശ്യമാണെങ്കിലും അത് നൽകുന്ന പ്രതിഫലം ഈ പ്രയത്നത്തിന് നമ്മൾ നൽകുന്ന വിലയേക്കാൾ വളരെ അധികമായിരിക്കും. ലൈംഗികത എന്ന വിഷയം തന്നെ മിക്കവർക്കും അജ്ഞമായ ഒന്നാണ്. മാപ്പർഹിക്കാത്തതാണ് ഈ അജ്ഞത. ലൈംഗിക ഇച്ഛ എന്നതിനെ പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെടുകയും ദുഷിതപ്പെടുത്തുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. അജ്ഞരും ബുദ്ധിശൂന്യരുമാണിത് ചെയ്യുന്നത്. മര്യാദയുള്ള സമൂഹത്തിൽ ലൈംഗികത എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാനാകാത്ത വിധത്തിൽ അവർ ഇതിൽ വിജയിച്ചിട്ടുണ്ട്. ലൈംഗികോർജ്ജത്താൽ അനുഗ്രഹീതരായ സ്ത്രീ പുരുഷന്മാർ നോട്ടപ്പുള്ളികളാകണമെന്ന ഒരു ചിന്തയുണ്ട്. അവരെ അനുഗ്രഹീതർ എന്ന് വിളിക്കുന്നതിന് പകരം ശപിക്കപ്പെട്ടവർ എന്നാണ് വിളിക്കുന്നത്. ഉയർന്ന ലൈംഗികോർജ്ജം ഒരു പാപമാണെന്ന ധാരണയാൽ അപകർഷതാബോധവുമായി നടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ഇക്കാലത്തുമുണ്ട്. ലൈംഗികോർജ്ജത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവം ദുർനടപ്പിനുള്ള ന്യായവാദമാണെന്ന് കരുതരുത്. അങ്ങനെ ധരിക്കരുത്. ലൈംഗികത എന്ന വികാരം ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ, ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ മാത്രമേ അത് ധർമ്മമാകുന്നുള്ളൂ. വിവേകത്തോടെ ഉപയോഗിച്ചാൽ മാത്രം. അതിനെ തെറ്റായി ഉപയോഗിക്കുന്നവരുമുണ്ട്. പലപ്പോഴും അത് ശരീരത്തെയും മനസ്സിനെയും അധപ്പതിപ്പിക്കും വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഈ കരുത്തിനെ ശരിയായി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. താൻ വിശകലനം ചെയ്ത മഹാന്മാർ മിക്കവാറും എല്ലാവരും തന്നെ അവരുടെ വിജയത്തിനായി ഒരു സ്ത്രീയാൽ പ്രചോദിതരായി എന്ന അറിവ് ഈ ഗ്രന്ഥകർത്താവിന് വളരെ പ്രാധാന്യമുള്ളതായി തോന്നി. പലയിടത്തും കഥയിലെ നായിക വളരെ വിനയമുള്ള, ഒതുക്കമുള്ള ഭാര്യയായിരുന്നു. അവരെക്കുറിച്ച് പൊതുജനം അധികമൊന്നും അറിഞ്ഞിരിക്കില്ല. ചില സന്ദർഭങ്ങളിൽ, ഉദാഹരണങ്ങളിൽ മറ്റ് സ്ത്രീകളിലേക്ക് ഈ ഉത്തേജനത്തിൻ്റെ സ്രോതസ്സ് നീളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അതേതൊക്കെയെന്നത് ഒരു പക്ഷേ നിങ്ങൾക്കും അറിവുള്ളതാകാം. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം പോലെ തന്നെയാണ് ലൈംഗികതയുടെയും. രണ്ടിടത്തും അമിതത്വം ആപത്താണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ലോകമഹായുദ്ധത്തോടെ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലൈംഗിക ശീലങ്ങളിലെ അമിതത്വം സാധാരണമാണ്. ഈ അമിതത്വമാകണം വലിയ മഹാന്മാരായ നേതാക്കൾ വരാത്തതിന് കാരണം. സൃഷ്ടിപരമായ സർഗാത്മകമായ ഊർജം നാലുപാടും ചിതറിച്ച് അതിൽ നിന്നുള്ള കരുത്തിനെ ഉപകാരപ്രദമാക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രകൃതിയുടെ ലക്ഷ്യത്തെ ലംഘിക്കുന്ന ഭൂമുഖത്തെ ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. മറ്റേതൊരു ജീവിയും ലൈംഗികതയിൽ മിതത്വം പാലിക്കുന്നുണ്ട്. പ്രകൃതി നിയമങ്ങളുമായി
സ്വരച്ചേർച്ചയിൽ എത്തിക്കൊണ്ടേ അവ അതിനു തുനിയുന്നുള്ളൂ. എല്ലാ മൃഗങ്ങളും അവയുടെ ഇണചേരാനുള്ള ഋതുക്കളിൽ മാത്രമേ അതിന് മുതിരുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ ഇംഗിതം ഒരു തുറന്ന ഋതു ഉണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ്. മദ്യപാനത്തിലൂടെയോ ലഹരി വസ്തുക്കളിലൂടെയോ അമിതമായി ഉത്തേജിതരാകുന്നത് ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക്, പ്രത്യേകിച്ചും ബുദ്ധിക്ക് നാശഹേതുവാകും എന്ന് വിവേകമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. എന്നാൽ അമിത ലൈംഗികാസക്തിയും മദ്യവും മയക്കുമരുന്നും പോലെ വിനാശകാരിയും ഹാനികരവുമായ ഒരു ശീലമായി മാറാമെന്ന് എല്ലാവർക്കും അറിയില്ല. ലൈംഗികതയിൽ ഭ്രാന്തെടുത്തിരിക്കുന്ന ഒരു മനുഷ്യനും മയക്കുമരുന്നിനാസക്തനായ ഒരു മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർ ഇരുവർക്കും കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന ശേഷിയും മനഃശക്തിയും നഷ്ടമായിട്ടുണ്ടാകും. ലൈംഗിക കാര്യങ്ങളിൽ അമിതാസക്തി കാര്യകാരണങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ശേഷിയെയും മനക്കരുത്തിനെയും നശിപ്പിക്കും എന്ന് മാത്രമല്ല, അത് താൽക്കാലികമായോ സ്ഥായിയായോ ബുദ്ധിഭ്രമത്തിലേക്കെത്തിക്കുകയും ചെയ്യും. ലൈംഗികതയുടെ യഥാർത്ഥ വ്യവഹാരം എന്തെന്ന് അറിയാത്തതിനാൽ വികസിപ്പിക്കപ്പെടുന്ന ശീലങ്ങളുടെ ഫലമാണ് ഹൈപ്പോകോൺട്രിയ വരുന്നത്. ഇത്രയും ചർച്ച ചെയ്തതിൽ നിന്ന് ലൈംഗികോർജ്ജ പരിവർത്തനം എന്ന വിഷയത്തിലെ അജ്ഞത ഒരു വശത്ത്, അതിനെക്കുറിച്ച് അജ്ഞതയുള്ള വ്യക്തിയിൽ നിന്ന് വലിയ പിഴകൾ ഈടാക്കപ്പെടുന്നതിനു കാരണമാകുമ്പോൾ, മറുവശത്ത് അവർക്ക് ലഭ്യമാകേണ്ടിയിരുന്ന പല മഹത്തരങ്ങളായ നേട്ടങ്ങളെയും ലൈംഗികതയുടെ യഥാർത്ഥ പ്രവർത്തനം എന്തെന്നറിയാത്തതിനാൽ ഇല്ലാതാകുന്നു എന്ന് നിങ്ങൾ കണ്ടിരിക്കും. ലൈംഗികതയുടെ കാര്യത്തിൽ വിശാലമായി നിലനിൽക്കുന്ന അജ്ഞത, ആ വിഷയത്തെ ചുറ്റി നിൽക്കുന്ന നിഗൂഢതയും ഇരുണ്ട നിശബ്ദതയും മൂലമാണ്. യുവ മനസ്സുകൾക്ക് മുകളിൽ നിരോധനം മനഃശാസ്ത്രപരമായി ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ നിഗൂഢതയും ഇരുണ്ട നിശബ്ദതയും പ്രവർത്തിക്കുന്നത്. ഇതുമൂലം ജിജ്ഞാസ വർദ്ധിക്കുന്നു. നിരോധിക്കപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കാനുള്ള ഇച്ഛ വർദ്ധിക്കുന്നു. നിയമം നിർമ്മിച്ചവരെ ധിക്കരിക്കാനുള്ള ഇച്ഛ വർദ്ധിക്കുന്നു. എളുപ്പം ലഭ്യമല്ലാത്ത ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി യുവാക്കളെ പരിശീലിപ്പിക്കാൻ ത്രാണിയുള്ള ഫിസിഷ്യന്മാരെയും ധിക്കരിക്കുന്നു. 40-ന് മുമ്പ് ഒരാൾ തൻ്റെ രംഗത്ത് സൃഷ്ടിപരമായ വലിയ വിജയങ്ങൾ നേടിയെടുക്കുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. 40-നും 60-നും ഇടയിലാണൊരു സാധാരണ വ്യക്തി തൻ്റെ ഏറ്റവും മഹനീയമായ നിപുണതകളുടെ കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നത്. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ചതിനു ശേഷമാണിങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് രൂപം കൊടുത്തത്. 40-ന് മുമ്പ് കരുതിയതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്കും 40-നോടടുക്കുമ്പോഴേക്കും വയസ്സാകുന്നല്ലോ എന്ന് പരിതപിക്കുന്നവർക്കും ഇത് ഒരു തരത്തിൽ പ്രോത്സാഹനമാകണം. 40-നും 50-നും ഇടക്കുള്ള പ്രായമാണ് ഏറ്റവും ഫലവത്തായതെന്നാണ് നിയമമെന്ന് പറയാം. ഭയമില്ലാതെ, വിറക്കാതെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ആകാംക്ഷയോടെ ഈ പ്രായത്തിലെത്തണം. 40-ന് മുമ്പ് മിക്കവരും അവരുടെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നില്ല എന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് അറിയാവുന്നവരിലെ ഏറ്റവും വിജയികളായിട്ടുള്ളവരുടെ ജീവിത രേഖകൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാനാകും. 40 കഴിഞ്ഞിട്ടാണ് ഹെൻറി ഫോർഡ് തൻ്റെ ജീവിത വേഗം കണ്ടെത്തിയത്. തൻ്റെ പ്രയത്നങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആൻഡ്രൂ കാർണേജിൻ്റെ പ്രായം 40 കഴിഞ്ഞിരുന്നു. 40 വയസ്സായപ്പോൾ ജെയിംസ് ജെ ഹിൽ ടെലിഗ്രാഫ് പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ആ പ്രായം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിജയങ്ങൾ വന്നു തുടങ്ങിയത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉൽപാദനക്ഷമമായ കാലഘട്ടം 40-നും 60-നും ഇടയിലാണെന്ന് അമേരിക്കയിലെ വ്യവസായികളെയും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പരിശോധിച്ചാൽ മനസ്സിലാക്കാം. 30-നും 40-നും ഇടയിൽ അവർ ലൈംഗികോർജം പരിവർത്തിപ്പിക്കുന്നത് പഠിക്കാൻ തുടങ്ങുന്നു.
ഈ കണ്ടെത്തൽ മിക്കപ്പോഴും ആകസ്മികമാകും. ഇത് കണ്ടെത്തുന്നവർ മിക്കപ്പോഴും അത് കണ്ടെത്തിയതിനെക്കുറിച്ച് അജ്ഞരുമാകും. 35 മുതൽ 40 വയസ്സാകുന്നതോടെ തൻ്റെ നേട്ടങ്ങളുടെ കരുത്ത് വർദ്ധിക്കുന്നതായി അവർ നിരീക്ഷിക്കും. എന്നാൽ മിക്കപ്പോഴും ഈ മാറ്റത്തിൻ്റെ കാരണം അയാൾക്ക് അജ്ഞാതമായിരിക്കും. 35നും 40നും ഇടയിൽ പ്രകൃതി ആ വ്യക്തിയിലെ സ്നേഹം, ലൈംഗിക വികാരം എന്നിവയെ ഏകീകരിപ്പിച്ചു തുടങ്ങിയത് അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയാണ് താൻ ഈ കരുത്ത് ആർജിക്കാൻ തുടങ്ങിയതെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. അവയെയാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജകമായി നൽകിയിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടാകില്ല. ലൈംഗികത എന്നത് തൻ്റെ പ്രവർത്തനക്ഷമമാകാനുള്ള ഒരു വലിയ ത്വരയാണ്. അതിൻ്റെ കരുത്ത് പലപ്പോഴും കൊടുങ്കാറ്റായി മാറാറുണ്ട്, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതായി മാറാറുണ്ട്. സ്നേഹം എന്ന വികാരം ലൈംഗികത എന്ന വികാരവുമായി കൂടിച്ചേരാൻ തുടങ്ങുമ്പോൾ ലക്ഷ്യം ശാന്തമാകുന്നു, ലക്ഷ്യം കൃത്യമാകുന്നു, നീതിയുക്തവും സമതുലിതവുമാകുന്നു. 40 ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാകുന്നത് അവർക്ക് ഈ പ്രസ്താവത്തെ വിശകലനം ചെയ്യാനും തൻ്റെ സ്വന്തം അനുഭവങ്ങളുമൊത്ത് ബലപ്പെടുത്താനാകുന്നില്ല എന്നതാണ്. അതിലും വലിയ നിർഭാഗ്യം എന്താണുള്ളത്? ലൈംഗിക വികാരത്തിൽ മാത്രം അധിഷ്ഠിതമായി ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാകുന്ന ഇച്ഛയുമായി മുന്നോട്ടു നീങ്ങിയാൽ ഒരു പുരുഷന് സാധാരണഗതിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനാകും. എന്നാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തിയവയാകില്ല, വികൃതമാക്കപ്പെട്ടവയാകും. അത് ചിലപ്പോൾ വിനാശകാരിയുമാകും. ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനുള്ള ഇച്ഛയാൽ മുന്നോട്ടു പോയാൽ, അതും അത് ലൈംഗിക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ, ഒരു മനുഷ്യൻ കള്ളനായി മാറിയേക്കാം, കളവ് പറഞ്ഞേക്കാം, ചിലപ്പോൾ കൊലപാതകവും ചെയ്തേക്കാം. എന്നാൽ ലൈംഗിക വികാരത്തിനൊപ്പം സ്നേഹവും കൂട്ടിക്കലർത്തിയാൽ ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്വസ്ഥബുദ്ധിയോടെയാകും, സമതുലിതനാകും, കാര്യകാരണങ്ങളുള്ളതാകും. ഒരു സ്ത്രീയുടെ സ്നേഹം ലഭിച്ചാൽ ഏറ്റവും കാഠിന്യത്തോടു കൂടിയ കുറ്റവാളികളെപ്പോലും ഒരു പക്ഷേ പരിവർത്തിപ്പിച്ചെടുക്കാനായേക്കും എന്ന് കുറ്റശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ലൈംഗിക പ്രഭാവത്താൽ മാത്രം ഒരു കുറ്റവാളി പരിവർത്തനപ്പെട്ടതിൻ്റെ രേഖകളൊന്നും ലഭ്യമല്ല. ഈ സത്യങ്ങൾ അറിയാവുന്നവയാണ്, എന്നാൽ അതിൻ്റെ കാരണങ്ങൾ അറിയില്ല. പരിവർത്തനം വരുന്നത്, അത് വന്നുവെങ്കിൽ വരുന്നത് മനുഷ്യൻ്റെ വികാരവശങ്ങളിലൂടെയാണ്, ഹൃദയത്തിലൂടെയാണ്, അല്ലാതെ കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന വശത്തിലൂടെയല്ല, ബുദ്ധിയിലൂടെയല്ല. പരിവർത്തനം അഥവാ നവീകരണം എന്നാൽ ഹൃദയത്തിൻ്റെ മാറ്റം എന്നാണ് അർത്ഥം. അതിനർത്ഥം ബുദ്ധിയിൽ മാത്രം എന്നല്ല. കാര്യകാരണങ്ങൾ മൂലം ഒരു മനുഷ്യൻ തൻ്റെ വ്യക്തിഗത പെരുമാറ്റ രീതികളിൽ ഒരു പക്ഷേ ചില മാറ്റങ്ങൾ, അനഭിലഷണീയമായ പരിണത ഫലങ്ങൾ ഒഴിവാക്കാനുള്ള മാറ്റങ്ങൾ വരുത്തിയേക്കാം. എന്നാൽ യഥാർത്ഥമായ അകൃത്രിമമായ പരിവർത്തനം, നവീകരണം, മാറ്റം വേണമെന്ന ഹൃദയത്തിൻ്റെ ഇച്ഛയിലൂടെ മാത്രമേ വരികയുള്ളൂ. സ്നേഹം, കാൽപ്പനികത, ലൈംഗികത എന്നിവയെല്ലാം മനുഷ്യനെ അതിഗംഭീര നേട്ടങ്ങളുടെ ഉയരങ്ങളിലെത്തിക്കാൻ പ്രാപ്തമായുള്ള വികാരങ്ങളാണ്. ഒരു സുരക്ഷാ വാൾവ് പോലെ പ്രവർത്തിക്കുന്ന വികാരമാണ് സ്നേഹം എന്നത്. അത് സുരക്ഷിതമാകുക മാത്രമല്ല, സമതുലിതമാവുകയും നിർമ്മാണപരമായ പ്രയത്നങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഈ മൂന്നും ഒന്നു ചേർന്നാൽ ഒരാൾ ഒരു പ്രതിഭാശാലിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നാൽ സ്നേഹം എന്ന വികാരത്തെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത പ്രതിഭാശാലികളുമുണ്ട്. അവരെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള വിനാശകാരിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാനാകും. ചുരുങ്ങിയ പക്ഷം മറ്റുള്ളവരോടുള്ള നീതി, ന്യായം എന്നിവയിൽ അവർ കുറവ് കാണിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് അപമര്യാദയായി പെരുമാറാൻ ഒരു ഡസൻ പ്രതിഭാശാലികളുടെ പേര് പറയുക അത്ര ബുദ്ധിമുട്ടല്ല. അവർക്ക് ആത്മാവ് എന്നൊന്നില്ലെന്ന് തോന്നിപ്പോകും. ഇത്തരക്കാരുടെ ഒരു പട്ടിക ഇത് വായിക്കുന്നവർക്ക് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വികാരങ്ങൾ എന്നാൽ മാനസികാവസ്ഥയാണ്.
പ്രകൃതി മനുഷ്യന് മനസ്സിൻ്റെ ഒരു രസതന്ത്രം നൽകിയിട്ടുണ്ട്. വസ്തുക്കളുടെ രസതന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒട്ടും വിഷാംശമില്ലാത്ത ചില വസ്തുക്കൾ ഒന്നിച്ചാക്കിയാൽ ആ വസ്തുക്കളുടെ രസതന്ത്രം അറിഞ്ഞ് ഒരു മിശ്രിതമാക്കിയാൽ ചിലപ്പോൾ അത് കൊടും വിഷമാകും എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ വികാരങ്ങളിൽ ചിലത് ചില ചേരുവകളിൽ ഒന്നിച്ചു വന്നാൽ അത് കൊടും വിഷമായി തീരും. ലൈംഗികത, അസൂയ എന്നിവ ഒന്നിച്ചു ചേർന്നാൽ അത് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ച വന്യമൃഗമാക്കും. ഒന്നോ അതിലധികമോ വിനാശകാരിയായ വികാരം മനസ്സിലുണ്ടാകുന്നത് മനസ്സിൻ്റെ രസതന്ത്രമനുസരിച്ച് ഒരുവനിലുള്ള നീതിബോധത്തെയും ന്യായബോധത്തെയും കൊല്ലുന്ന വിഷമായി മാറുന്നു. തീവ്രമായ അവസ്ഥകളിൽ ഇതിൽ ചിലതിൻ്റെ സമ്മിശ്രം ഒരുവൻ്റെ കാര്യകാരണശേഷി കണ്ടെത്തുന്നതിനെ ഹനിക്കുന്നു. ലൈംഗികത, സ്നേഹം, കാൽപ്പനികത എന്നിവയെ വികസിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് പ്രതിഭാശാലിയാകുന്നതിലേക്കുള്ള മാർഗം. ആ പ്രക്രിയയെ ഹ്രസ്വമായി താഴെ കൊടുത്തിരിക്കുന്നത് പോലെ വിവരിക്കാം. ഒരാൾ തൻ്റെ മനസ്സിൽ ആധിപത്യമുള്ള വികാരങ്ങളായി ഇവയെ പ്രോത്സാഹിപ്പിച്ചെടുക്കണം. എല്ലാ വിനാശകാരികളായ വികാരങ്ങളുടെയും സാന്നിധ്യം നിരുത്സാഹപ്പെടുത്തണം. മനസ്സ് എന്നത് ശീലങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവിയാണ്. അതിനെ ഊട്ടുന്ന പ്രബല ചിന്തകളെന്തോ അതാണതിനെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുക. മനഃശക്തി എന്ന ശേഷി ഉപയോഗിച്ച് ഒരാൾക്ക് ഏത് വികാരത്തിൻ്റെ സാന്നിധ്യത്തെയും നിരുത്സാഹപ്പെടുത്താനാകും. അതുപോലെ ഏതിനെ വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുമാകും. മനഃശക്തി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിഷ്ഠയും ശീലവും വഴിയാണ് നിയന്ത്രണം ഉണ്ടാകുന്നത്. പരിവർത്തന പ്രക്രിയയെ മനസ്സിലാക്കുക എന്നതിലാണ് നിയന്ത്രണത്തിൻ്റെ രഹസ്യമിരിക്കുന്നത്. ഒരാളുടെ മനസ്സിൽ വിപരീതങ്ങളായ ഏതെങ്കിലും വികാരം തല ഉയർത്തുമ്പോൾ അതിനെ നമുക്ക് സർഗാത്മക സൃഷ്ടിപരമായ വികാരമായി മാറ്റാനാകും. അതിനായി അയാളുടെ ചിന്തകളിൽ ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. സ്വമേധയായുള്ള പ്രയത്നം എന്നതല്ലാതെ പ്രതിഭാശാലിയാകുന്നതിന് മറ്റൊരു മാർഗവുമില്ല. ലൈംഗികോർജം ശരിയായി വഴിതിരിച്ചു വിടുന്നതിലൂടെ ഒരാൾക്ക് സാമ്പത്തിക രംഗത്തോ വ്യാപാര രംഗത്തോ വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചേക്കും. എന്നാൽ ചരിത്രം മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ചില തെളിവുകൾ നിരത്തുന്നുണ്ട്. അങ്ങനെ അതേ ഉയരങ്ങളിൽ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഉയരം ആസ്വദിക്കാൻ പലപ്പോഴും അയാൾക്കാകാത്ത വിധത്തിൽ ചില സ്വഭാവങ്ങൾ അയാളിൽ ഉണ്ടാകും എന്നാണ് ചരിത്രം കാണിച്ചു തരുന്നത്. ഇത് വിശകലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ്, ചിന്തിക്കപ്പെടേണ്ടതും ധ്യാനിക്കപ്പെടേണ്ടതുമാണ്. കാരണം ഇതൊരു സത്യമാണ്. ഈ അറിവ് സ്ത്രീ പുരുഷന്മാർക്കിരുവർക്കും ഒരുപോലെ ഗുണകരമാകും. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആയിരക്കണക്കിന് ആളുകളെ അവരുടെ പക്കൽ സമ്പത്തനവധി ഉണ്ടായിരുന്നിട്ടും ആനന്ദം എന്ന ആശീർവാദത്തിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ട്. സ്നേഹം, ലൈംഗികത എന്നീ വികാരങ്ങൾ സംശയലേശമന്യേ ഒരാളുടെ സ്വഭാവ ലക്ഷണങ്ങളിൽ അവയുടെ അടയാളം പതിപ്പിക്കും. ഈ സൂചകങ്ങൾ വളരെ പ്രകടമാകും. അതിനാൽ തന്നെ അതിനെ വായിച്ചെടുക്കാനാകുന്നവർക്കെല്ലാം വായിക്കാനുമാകും. ലൈംഗിക ആഗ്രഹങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഉത്കർഷേച്ഛയുടെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്നവർ ആ വിവരം സ്വന്തം ശരീരം കൊണ്ട് പരസ്യപ്പെടുത്തുന്നുണ്ടാകും. ലോകത്തിന് മുഴുക്കെ കാണാനാകുന്ന വിധത്തിൽ പരസ്യപ്പെടുത്തുന്നുണ്ടാകും. കണ്ണുകളിലെ ഭാവങ്ങളിലൂടെയും മുഖത്തെ ചുളിവുകളിലൂടെയും അവർ അത് പ്രകടമാക്കും. സ്നേഹം എന്ന വികാരത്തിനൊപ്പം ലൈംഗികത എന്ന വികാരവും കൂട്ടിച്ചേർത്താൽ അത് മുഖഭാവത്തെ മൃദുവാകും, പരിവർത്തിപ്പിക്കും, സൗന്ദര്യമുള്ളതാക്കും. ഇത് പറയാൻ നിങ്ങൾക്ക് ഒരു സ്വഭാവ വിശകലനമറിയുന്നയാളുടെ സഹായമൊന്നും ആവശ്യമില്ല. സ്വയം നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. സ്നേഹം എന്ന വികാരം ഒരാളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപരമായ പ്രകൃതങ്ങളെയും സൗന്ദര്യാത്മക പ്രകൃതങ്ങളെയും പുറത്തു കൊണ്ടുവരും. അത് ഏതൊരു ആത്മാവിനു മുകളിലും സമയം കുറെ കഴിഞ്ഞ് അതിൻ്റെ തീയും ചൂടുമെല്ലാം അവസാനിച്ചാലും സ്വന്തം മുദ്ര പതിപ്പിക്കും. സ്നേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മായില്ല. അവ നമ്മളിൽ അങ്ങനെ നീണ്ടു നിൽക്കും, നമുക്ക് വഴികാട്ടിയാകും. ആ ഉത്തേജന സ്രോതസ്
മാഞ്ഞതിന് ശേഷം വളരെ കഴിഞ്ഞും അതിൻ്റെ പ്രഭാവം നിലനിൽക്കും. ഇതിൽ പുതുതായി ഒന്നുമില്ല. യഥാർത്ഥ സ്നേഹത്താൽ പ്രഭാവിതരായിട്ടുള്ള ഏതൊരു മനുഷ്യനും അത് മനുഷ്യ മനസ്സിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്നു എന്ന കാര്യം അറിയാം. സ്നേഹത്തിൻ്റെ പ്രഭാവം ദീർഘകാലം നിലനിൽക്കുന്നു. കാരണം സ്നേഹം എന്നത് ആത്മീയമാണ്. സ്നേഹത്താൽ ഉന്നതങ്ങളായ അവസ്ഥകളിലേക്ക് ഉയർത്തപ്പെടാത്ത മനുഷ്യൻ ചത്തവനാണ്. അയാൾക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നതാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മതി ഒരാളെ സർഗാത്മക പ്രയത്നങ്ങളുടെ തലത്തിലേക്ക് ഉയർത്താൻ. സ്നേഹത്തിൻ്റെ പ്രധാന സ്രോതസ്സ് കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കടന്നു പോയേക്കാം. കുറച്ചു നേരം കത്തിപ്പൊലിഞ്ഞു പോകുന്ന അഗ്നി പോലെയാണിത്. എന്നാൽ താൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആ അഗ്നി അടയാളപ്പെടുത്തും. അങ്ങനെയുള്ള സ്നേഹം കടന്നുപോയാൽ കൂടുതൽ മഹത്തായ സ്നേഹത്തിനായി മനുഷ്യ മനസ്സ് കൊതിച്ചു തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഇന്നലെകളിലേക്ക് തിരിച്ചു പോകൂ, ചിലപ്പോഴെങ്കിലും തിരിച്ചു പോകൂ. എന്നിട്ട് ഭൂതകാലങ്ങളിൽ ലഭ്യമായിട്ടുള്ള സ്നേഹങ്ങളിൽ മുങ്ങിക്കുളിക്കൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇന്നത്തെ വൈഷമ്യങ്ങളെയും പൊറുതികേടുകളെയും പ്രഭാവപ്പെടുത്തുന്നത് കാണാനാകും. ജീവിതത്തിൻ്റെ അസന്തുഷ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അത് നിങ്ങൾക്ക് സാന്ത്വനമേകും. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ താൽക്കാലികമായി നിങ്ങളുടെ മനോരാജ്യങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ആ മനോരാജ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലോ ആധ്യാത്മിക സ്ഥിതിയിലോ വലിയ മാറ്റങ്ങൾ വരുത്തുകയില്ലെന്ന് ആര് കണ്ടു? നിങ്ങൾ സ്നേഹിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അതിനാൽ ഒരു നിർഭാഗ്യമുള്ളയാളാണെന്ന് കരുതുന്നെങ്കിൽ ആ ചിന്തയെ ദൂരെ വലിച്ചെറിയൂ. യഥാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും പൂർണ്ണമായി പരാജയപ്പെടാനാകില്ല. സ്നേഹത്തിന് ഇത്തിരി തോന്നിവാസമെല്ലാം ഉണ്ട്. ക്ഷണിക ബുദ്ധിയുണ്ട്. എളുപ്പത്തിൽ ക്ഷോഭിക്കുന്ന സ്വഭാവമുണ്ട്. നൈമിഷികവും ക്ഷണഭങ്കുരവുമാണ് അതിൻ്റെ സ്വഭാവം. അതിനിഷ്ടമുള്ളപ്പോൾ അത് വരുന്നു, ഒരു മുന്നറിയിപ്പുമില്ലാതെ പോകുന്നു. അത് അരികിലുള്ളപ്പോൾ അതിനെ സ്വീകരിക്കുക, അതിനെ ആസ്വദിക്കുക. എന്നാൽ കടന്നു പോയാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പരവശപ്പെടാതിരിക്കുക. പരവശപ്പെടുന്നതുകൊണ്ട് അത് തിരിച്ചു വരില്ല. സ്നേഹം ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ എന്ന ചിന്തയും വെടിയണം. സ്നേഹം വന്നും പോയും ഇരിക്കും. എണ്ണിയാലൊതുങ്ങാത്ത അത്ര തവണ വന്നും പോയും ഇരിക്കും. എന്നാൽ രണ്ട് സ്നേഹാനുഭവങ്ങൾ ഒരിക്കലും ഒരുപോലെയാകില്ല. മനസ്സിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിക്കുന്ന ഒരു സ്നേഹാനുഭവം ഉണ്ടാവും, മറ്റെല്ലാ സ്നേഹത്തേക്കാൾ ഉപരിയായ ഒന്ന്. എന്നാൽ എല്ലാ സ്നേഹാനുഭവങ്ങളും ഉപകാരപ്രദങ്ങളാണ്. ഇതിനൊരു അപവാദം, സ്നേഹം യാത്ര പറഞ്ഞിറങ്ങിയാൽ അതിനെക്കുറിച്ച് നീരസത്തോടെയും ദോഷൈകദൃക്കായും സംസാരിക്കുന്നവർ മാത്രമാണ്. സ്നേഹത്തെ പ്രതി ഒരു നിരാശ വേണ്ട. സ്നേഹവും ലൈംഗിക വികാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നുവെങ്കിൽ മനുഷ്യർക്ക് അങ്ങനെ ഒരു നിരാശയുണ്ടാകില്ല. പ്രധാന വ്യത്യാസം സ്നേഹം എന്നത് ആത്മീയവും ലൈംഗിക വികാരം എന്നത് ജീവശാസ്ത്രപരവുമാണ് എന്നതാണ്. ആത്മീയ കരുത്തോടെ മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവവും ഒരിക്കലും ഉപദ്രവകാരിയാകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അജ്ഞരാകണം. അതുമല്ലെങ്കിൽ അതിനെ പ്രതി അസൂയയുണ്ടാകണം. സ്നേഹമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരാളെ അനന്തമായ ജ്ഞാനവുമായി സംസർഗത്തിലെത്തിക്കുന്നു. കാൽപ്പനികതയും ലൈംഗികതയുമായി മിശ്രിതമാക്കിയാൽ സൃഷ്ടിപരമായ പ്രയത്നങ്ങളിൽ അത് ഒരാളെ ഉന്നതങ്ങളിലെത്തിക്കും. പ്രതിഭാശാലിയെ കെട്ടിപ്പടുക്കുന്ന ത്രികോണത്തിൻ്റെ 3 വശങ്ങളാണ് സ്നേഹം, ലൈംഗികത, കാൽപ്പനികത എന്നീ വികാരങ്ങൾ. ഇതിലൂടെയല്ലാതെ പ്രതിഭാശാലിയെ നിർമ്മിക്കാൻ പ്രകൃതി മറ്റൊരു കരുത്തും ഉപയോഗിക്കുന്നില്ല. സ്നേഹം എന്ന വികാരത്തിന് പല വശങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്, നിറഭേദങ്ങളുണ്ട്. ഒരാൾക്ക് തൻ്റെ പ്രിയതമയോട് തോന്നുന്ന സ്നേഹത്തിനും മാതാപിതാക്കളോടോ കുട്ടികളോടോ തോന്നുന്ന സ്നേഹത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ ആദ്യത്തേതിൽ ലൈംഗികത കലർന്നിട്ടുണ്ട്, എന്നാൽ മറ്റേതിൽ അതില്ല. ഒരു യഥാർത്ഥ സുഹൃത്തിനോട് തോന്നുന്ന സ്നേഹവും അതേ വ്യക്തിക്ക് മാതാപിതാക്കളോടോ പ്രിയതമയോടോ കുട്ടികളോടോ തോന്നുന്ന സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതും സ്നേഹമാണ്. പിന്നെ ജീവനില്ലാത്ത വസ്തുക്കളോടും പ്രകൃതിയിലെ മറ്റു വസ്തുക്കളോടും ജീവജാലങ്ങളോടും തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. എന്നാൽ ലൈംഗിക വികാരവും സ്നേഹവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണിതിലെ ഏറ്റവും
ഉത്കർഷമായതും തീവ്രമായതും. സ്നേഹത്തിൻ്റെ ചേർച്ചയോടെ അല്ലാതെയുള്ള, അതിനോടൊപ്പം ലൈംഗികതയുടെയും ചേർന്നുള്ള സമതുലിതാവസ്ഥയില്ലാത്ത വിവാഹങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുകയോ ആനന്ദഭരിതമാവുകയോ ഇല്ല. വിവാഹത്തിൽ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ആനന്ദമുണ്ടാകില്ല, അതുപോലെ തന്നെ ലൈംഗികത ഒന്നുകൊണ്ട് മാത്രവും ഉണ്ടാകില്ല. ഈ രണ്ട് സുന്ദര വികാരങ്ങളും കൂട്ടിക്കലർത്തിയാൽ വിവാഹം ഒരു പക്ഷേ ഒരാൾക്ക് ഭൂമിയിൽ വെച്ചറിയാനാകാവുന്ന ആത്മീയ തലത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. സ്നേഹം, ലൈംഗികത എന്നിവയോടൊപ്പം കാൽപ്പനികത എന്ന വികാരവും കൂട്ടിച്ചേർത്താൽ മനുഷ്യൻ്റെ നിശ്ചിത മനസ്സും അനന്തമായ ജ്ഞാനവും തമ്മിലുള്ള തടസ്സങ്ങൾ എല്ലാം നീങ്ങിപ്പോകുന്നു. അപ്പോൾ ഒരു പ്രതിഭാശാലി ജനിച്ചിരിക്കുന്നു. ലൈംഗിക വികാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കഥകളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഈ കഥ! സാധാരണ പ്രതലങ്ങളിൽ നിന്നുയർത്തി അതിനെ ദൈവത്തിൻ്റെ കയ്യിലെ കളിമണ്ണാക്കുന്ന ഒരു വിശദീകരണമിതാ. ആ കളിമണ്ണ് ഉപയോഗിച്ചാണ് അദ്ദേഹം സുന്ദരവും പ്രചോദിപ്പിക്കുന്നതുമായ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. പല വിവാഹങ്ങളിലും നിലവിലുള്ള കോലാഹലങ്ങൾക്ക് അറുതി വരുത്താൻ, സ്വരൈക്യം വരുത്താൻ സഹായിക്കുന്നതാണ് ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ ഈ വിശദീകരണം. സ്വരൈക്യമില്ലായ്മ പലപ്പോഴും പ്രകടമാകുന്നത് പരസ്പരം നടക്കുന്ന അധിക്ഷേപങ്ങളിലൂടെയാണ്. ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചാൽ ലൈംഗികതയെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തതിനാലാണിത് എന്ന് മനസ്സിലാകും. സ്നേഹം, കാൽപ്പനികത, ലൈംഗികത എന്ന വികാരങ്ങളെക്കുറിച്ച് ശരിയായ അവബോധമുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ അപസ്വരമുണ്ടാകില്ല. സ്നേഹം, ലൈംഗികത, കാൽപ്പനികത എന്നീ വികാരങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം അറിയാവുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ഭാഗ്യവാന്മാരാണ്. ഈ ത്രിനായകത്വത്താൽ പ്രേരിതമായാൽ ഒരു ജോലിയും പിന്നെ കഠിനമാകില്ല. കാരണം ഏറ്റവും ചെറിയ പ്രയത്നങ്ങളിൽ പോലും അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകൃതമുണ്ടാകും. ഒരാളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതും തകർക്കുന്നതും അയാളുടെ ഭാര്യയാണെന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഇതിൻ്റെ കാരണം പലപ്പോഴും മനസ്സിലാക്കപ്പെടാറില്ല. ഈ പച്ചപിടിപ്പിക്കലും തകർക്കലുമെല്ലാം സ്നേഹം, ലൈംഗികത, കാൽപ്പനികത എന്നീ വികാരങ്ങളെ ഭാര്യ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നതിനനുസരിച്ചിരിക്കും. അവരുടെ പ്രകൃത്യാലുള്ള ജീവശാസ്ത്രപരമായ പാരമ്പര്യം മൂലം പുരുഷന്മാർ ബഹുഭാര്യത്വമുള്ളവരാണെന്നതിനാൽ സ്വാധീനം ചെലുത്താനാകും എന്നത് സത്യമാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഒട്ടും യോജിക്കാത്തവളാകണം അയാളുടെ ഭാര്യ. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് തമ്മിലുള്ള താല്പര്യം ഇല്ലാതാക്കുന്നതിനെ സഹായിക്കുന്നുവെങ്കിൽ അതുമൂലം അയാൾക്ക് മറ്റു സ്ത്രീകളോട് കൂടുതൽ താല്പര്യം തോന്നുന്നുവെങ്കിൽ അത് അവൾക്ക് ലൈംഗികത, സ്നേഹം, കാൽപ്പനികത എന്നീ വിഷയങ്ങളിലുള്ള അജ്ഞത മൂലമോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ മൂലമോ ആകും. ഭാര്യയും ഭർത്താവും തമ്മിൽ അതിനു മുമ്പ് യഥാർത്ഥ സ്നേഹം നിലനിന്നിരുന്നു എന്ന് ഈ പ്രസ്താവം ഊഹിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് തമ്മിലുള്ള താല്പര്യം ഇല്ലാതാകാൻ അനുവദിക്കുന്ന ഭർത്താവിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് ശരി. വിവാഹിതർ മിക്കപ്പോഴും വളരെ നിസ്സാര കാരണങ്ങളെ ചൊല്ലി വഴക്കിടുന്നത് കേൾക്കാം. ഇവയെ ശരിയായി വിശകലനം ചെയ്താൽ ഈ വിഷയങ്ങളിൽ അവർക്കുള്ള അജ്ഞതയോ അതിനോടുള്ള താല്പര്യക്കുറവോ ആണ് ഇത്തരം വഴക്കുകൾക്ക് കാരണമെന്ന് മനസ്സിലാകും. ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാകണം എന്നതാണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തി. സംസ്കാരം ഉദിച്ചുയരുന്നതിനു മുമ്പ് നായാട്ടിനിറങ്ങിയിരുന്നവർ അതാണ് ചെയ്തിരുന്നത്. ഒരു പെണ്ണിൻ്റെ കൺമുന്നിൽ വെച്ച് അവൾക്ക് തൃപ്തിയാകും വിധത്തിൽ നായാടുക എന്നതായി അവരുടെ ലക്ഷ്യം. പുരുഷൻ്റെ പ്രകൃതം ഇന്നും മാറിയിട്ടില്ല. ഇങ്ങനെ നായാട്ടുകാരൻ വീട്ടിലേക്ക് വന്യമൃഗങ്ങളുടെ ചർമ്മമൊന്നും കൊണ്ടുവരുന്നില്ല. എന്നാൽ നല്ല വസ്ത്രങ്ങൾ നൽകിയും കാറുകൾ വാങ്ങിയും ധനം സമ്പാദിച്ചും അവളുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു. സംസ്കാരം ഉദിച്ചുയരുന്നതിന് മുമ്പ് പുരുഷനുണ്ടായിരുന്ന അതേ ഇച്ഛയാണ്, സ്ത്രീകളെ ആകർഷിക്കുക എന്ന അതേ ഇച്ഛയാണ് ഇന്നുമുള്ളത്. മാറിയിരിക്കുന്നത് അങ്ങനെ ആകർഷിക്കാനും തൃപ്തിപ്പെടുത്താനും ഉപയോഗിക്കുന്ന മാർഗം മാത്രമാണ്. വലിയ സമ്പത്ത് സമാഹരിക്കുന്നവരും അധികാരത്തിൻ്റെയും പ്രസിദ്ധിയുടെയും ഉന്നതങ്ങളിലേക്ക് എത്തുന്നവരും അത് നേടിയെടുക്കുന്നത് മിക്കപ്പോഴും സ്ത്രീകളെ തൃപ്തിപ്പെടുത്തുക എന്ന അവരുടെ ഇച്ഛ, ഇംഗിതം പൂർത്തിയാക്കാനാണ്.
ജീവിതത്തിൽ നിന്ന് സ്ത്രീകളെ അടർത്തി മാറ്റിയാൽ പിന്നെ മിക്ക പുരുഷന്മാർക്കും വലിയ സമ്പത്തിനോട് പ്രതിപത്തി ഉണ്ടാകില്ല. പുരുഷനിലുള്ള പ്രകൃതിയാലുള്ള സ്ത്രീയെ തൃപ്തിയാക്കുക എന്ന ഈ ഇച്ഛയാണ് ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാനോ തകർക്കാനോ കഴിയും എന്നതിലെത്തിക്കുന്നത്. പുരുഷൻ്റെ പ്രകൃതമറിയുകയും തന്ത്രപരമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീക്ക് മറ്റ് സ്ത്രീകളിൽ നിന്നുള്ള മത്സരത്തെ ഭയക്കേണ്ടതില്ല. മറ്റു പുരുഷന്മാരെ നേരിടുമ്പോൾ ഒരു പുരുഷൻ രാക്ഷസനായേക്കാം, അയാൾക്ക് അജയ്യമായ മനക്കരുത്തുണ്ടായേക്കാം. എന്നാൽ അവർ തിരഞ്ഞെടുക്കുന്ന സ്ത്രീക്ക് അയാളെ എളുപ്പത്തിൽ മെരുക്കിയെടുക്കാനാകും. ഇഷ്ടപ്പെടുന്ന സ്ത്രീയാൽ പ്രഭാവിതനാണ്, സ്വാധീനിക്കപ്പെട്ടവനാണ് താൻ എന്ന് മിക്ക പുരുഷന്മാരും അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. മനുഷ്യവർഗത്തിൽ താനാണ് കൂടുതൽ കരുത്തൻ എന്ന് തിരിച്ചറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുക എന്ന പ്രകൃതത്തിനനുസരിച്ചാണത്. അതേസമയം വിവേകശാലിയായ സ്ത്രീ പുരുഷനിലെ ഈ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാനും അതൊരു ഗൗരവമുള്ള കാര്യമായി കണക്കിലെടുക്കുകയില്ല. ഒരു പുരുഷനും ശരിയായ ഒരു സ്ത്രീയുടെ സ്വാധീനത്താലല്ലാതെ അതിനാൽ തിരുത്തപ്പെടാതെ പൂർണ്ണനോ സന്തോഷമുള്ളവനോ ആകില്ലെന്ന് പുരുഷനറിയാം. അതിനാൽ തന്നെ ചിലർ തങ്ങൾക്ക് മേൽ അവർ തിരഞ്ഞെടുക്കുന്ന ചില സ്ത്രീകൾ, അത് ഭാര്യയാകാം, കാമുകിയാകാം, അമ്മയാകാം, സഹോദരിയാകാം, സ്വാധീനം ചെലുത്തുന്നതിനെ പല പുരുഷന്മാരും എതിർക്കാറില്ല. ഈ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത പുരുഷൻ തനിക്ക് ഗുണകരമായ മറ്റെല്ലാ കരുത്തുകൾ ഒന്നുചേർന്നാൽ ലഭിക്കുന്നതിനേക്കാൾ ഗുണകരമായ ഒരു കരുത്തിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.